ഓക്കെ, അപ്പൊ ഞാൻ ഷെയർ ചെയ്യുന്ന സ്ക്രീൻ എല്ലാവർക്കും കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം മൈക്ക് ഓൺ ആക്കിയാൽ മതി, അല്ലെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണം കേട്ടോ, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആകും. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് എന്തിനാണ്? കൊഴുപ്പ് കുറക്കാനാണ് അല്ലെ? നമ്മുടെ ശരീരത്തിൽ അമിതമായി കിടക്കുന്ന കൊഴുപ്പുകൾ കുറക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഒരു മറുവശം നോക്കുമ്പോൾ നമ്മൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന, സാധാരണ നമ്മൾ കേൾക്കുന്ന കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും എന്ന് പറയുന്ന പല കൊഴുപ്പുകളും ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ കഴിക്കാൻ പറയുന്നുണ്ട് അല്ലെ? എന്തൊക്കെയാണ് ഞാൻ കഴിക്കാൻ പറയുന്നത്? ഇപ്പൊ എന്തൊക്കെയാണ് സാധാരണ രീതിയിൽ മറ്റുള്ളവർ ഈ ഒരു കൊഴുപ്പ് കഴിച്ചാൽ ഭയങ്കരമായി നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും എന്ന് പറയുന്ന പല കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് കഴിപ്പിക്കുന്നത് എന്താണ്? ഏതൊക്കെയാണ് നിങ്ങളുടെ ദിവസവും കഴിക്കുന്ന കൊഴുപ്പുകള്? ചിക്കൻ, മുട്ട, പാഴ്പ്പന്നങ്ങള്, ചിക്കന്, ഫിഷ്. കറക്റ്റ്. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറയുന്നുണ്ട് അല്ലെ? അപ്പൊ നിങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടോ, ഒരു ഉള്ളിലൊരു പേടി തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ഇങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തടി കുറയോ, അല്ലെങ്കിൽ കൊഴുപ്പ് അമിതമായി കെട്ടിക്കിടക്കുന്ന കൊഴുപ്പ് കുറയോ, അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്കുകൾ വരുമോ, അങ്ങനെയൊക്കെ പേടി തോന്നിയിട്ടുണ്ടോ? ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. സാറിന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി അത് പ്രശ്നമില്ലെന്ന്. നമ്മൾ പഠിച്ചു വെച്ച അങ്ങനല്ലേ? ബട്ടറും നെയ്യും ഒക്കെ ഉപയോഗിക്കുമ്പോഴൊക്കെ ടെൻഷൻ തോന്നാറുണ്ട്. വേറെ ഡോക്ടർ പറഞ്ഞത് മുട്ടയുടെ മഞ്ഞ ഒന്നേ കഴിക്കാൻ പാടുള്ളൂ, വെള്ളം എത്രയും കഴിക്കുന്നതാണ്. മഞ്ഞ അധികം കഴിച്ചാൽ പല പ്രശ്നങ്ങളും വരുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം, തലകറക്കം ഫീൽ ചെയ്യുന്നുണ്ട്, അതെന്താ? അതൊക്കെ അതിനെ കുറിച്ച് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പൊ ഇപ്പോ പറയാൻ പോകുന്നത്, ഇപ്പോ നമ്മള് പ്രധാനമായി നമ്മൾ 3 കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനിവാര്യമായ 3 പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകങ്ങൾ എന്ന് നമ്മൾ പറയും അല്ലെ? ഈ 3 എണ്ണം ഏതൊക്കെയാണ്? പ്രോട്ടീൻ, പിന്നെ മറ്റൊന്ന് എന്താണ്? വൈറ്റമിൻ, കാൽസ്യം, ഞാൻ പറയാം. അപ്പോ പ്രധാനപ്പെട്ട മേജർ എന്ന് പറയുന്ന പോഷകങ്ങൾ 3 എണ്ണമാണ്. ഒന്ന് പ്രോട്ടീന്, ഒന്ന് ഫാറ്റ് കൊഴുപ്പ്, മറ്റൊന്ന് കാർബോഹൈഡ്രേറ്റ്സ് അന്നജം. പിന്നെ വരുന്നത് മൈനർ ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്, ഒന്ന് വിറ്റമിൻസും ഒന്ന് മിനറൽസും. അപ്പോ ഈ മേജറിൽ തന്നെ നമ്മൾ സാധാരണ പറയാറുള്ളത് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം അന്നജമാണ് ആവശ്യം എന്നാണ് പറയാറുള്ളത്. പക്ഷെ നമ്മളത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അന്നജം കുറഞ്ഞത് കൊണ്ട് വലിയ രോഗങ്ങൾ വരില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അന്നജം ഇല്ലാത്തത് കൊണ്ട് രോഗങ്ങൾ വരില്ല. പക്ഷെ ഈ മറ്റുള്ള ഏത് ന്യൂട്രിയൻസ് എടുത്ത് മാറ്റിയാലും, കൊഴുപ്പാണെങ്കിലും ശരി, പ്രോട്ടീൻ ആണെങ്കിലും ശരി, മിനറൽസ് ആണെങ്കിലും വിറ്റമിൻസ് ആണെങ്കിലും, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന്
കുറവാണ്, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഭക്ഷണത്തിലൂടെ അത് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നില്ലെങ്കിൽ നമുക്ക് അത് കാരണം കൊണ്ട് ഡെഫിഷ്യൻസി ഡിസീസുകൾ വരും. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ അതിന്റെ കുറവുള്ളത് കാരണം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള രോഗങ്ങൾ വരും. നിങ്ങൾ കേട്ടിട്ടില്ലേ വിറ്റമിൻ സി ഡെഫിഷ്യൻസി ഡിസീസ്, മോണയിൽ നിന്ന് പിന്നെ രക്തം വരുന്നത്, അല്ലെങ്കിൽ വിറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പനി വരുന്നതോ, അല്ലെങ്കിൽ എല്ലിന്റെ ബലക്കുറവ്, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? വിറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാധാരണ പറയാറുള്ളത്? കണ്ണിന് കാഴ്ചക്കുറവുണ്ടാവും. അപ്പൊ ഇങ്ങനെ പലതും കേട്ടിട്ടില്ലേ? അപ്പൊ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട 4 അല്ലെങ്കിൽ പിന്നെ 4 ന്യൂട്രിയൻസ്, അന്നജം അല്ലാത്ത മറ്റുള്ള 4 എണ്ണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഡെഫിഷ്യൻസി ഡിസീസുകൾ ഉണ്ടാവും. അപ്പോ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ 4 എണ്ണം മാത്രമാണ് നമ്മുടെ ശരീരത്തിന് എന്തുള്ളൂ, അത്യാവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇപ്പോ അന്നജം ആവശ്യമല്ല എന്ന് പറയുന്നില്ല, ചുരുങ്ങിയ കുറച്ച് കോശങ്ങൾക്ക് അനിവാര്യമാണ്. പക്ഷെ അത് നമുക്ക് എന്തിൽ നിന്ന് എടുക്കാൻ പറ്റും? അതിൽ നിന്ന് എനർജി മാത്രമാണ് ഉണ്ടാവുന്നത്, ഊർജം മാത്രമാണ് ഉണ്ടാവുന്നത്. ആ ഊർജം നമുക്ക് മറ്റുള്ള പോഷകങ്ങളിൽ നിന്നും എടുക്കാൻ പറ്റുന്നതാണ്. പ്രോട്ടീനിൽ നിന്നാണെങ്കിലും കൊഴുപ്പിൽ നിന്നാണെങ്കിലും ഈ അന്നജം തരുന്ന അതേ എനർജി ഇത് രണ്ടിൽ നിന്നും കിട്ടും. ഇത്രയും മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയോ? ഇല്ല, മനസ്സിലാവുന്നു. അപ്പോ ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് പ്രോട്ടീനും പിന്നെ കൊഴുപ്പും ഫാറ്റും ആണ് പിന്നെ പ്രധാനമായി എടുക്കുന്ന സാധനങ്ങൾ, അല്ലെ? അപ്പൊ ഇത് രണ്ടിലും, പ്രോട്ടീനിലും കൊഴുപ്പിലും നോക്കുകയാണെങ്കിൽ ഇതിൽ ഏതാണ് പ്രധാനം? ഇതിൽ ഏതാണ് ഏറ്റവും നമ്മുടെ ശരീരത്തിന് വേണ്ടത്? പ്രോട്ടീൻ. ഏതാണ്? പ്രോട്ടീനാണ്. പക്ഷെ പ്രോട്ടീനേക്കാൾ കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നില്ലേ? എങ്ങനെയാണ്? ഫാറ്റ് നമ്മൾ കഴിച്ചാൽ വലിയ ഫാക്ടറിയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നില്ലേ? അപ്പൊ അത് പണിയല്ലേ? ഇല്ല, അത് ഡെപ്പോസിറ്റ് ആവുന്നില്ല. ഫാറ്റ് ഡെപ്പോസിറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഇൻസുലിനും കൂടുതൽ ഉണ്ടാവണം, അതല്ലെങ്കിൽ കോർട്ടിസോൾ സ്ട്രെസ് ഹോർമോൺ കൂടുതൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണും ഉണ്ടാവണം. ഇപ്പൊ കൊഴുപ്പ് സാധാരണ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ളത്ര യൂസ് ചെയ്യും, ആവശ്യമില്ലെങ്കിൽ അത് ഒഴിപ്പിച്ച് കളയും, അങ്ങനെയാണ്. ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ എത്രത്തോളം ആവശ്യമാണോ അതിനേക്കാൾ ഒരു പൊടി കൂടുതൽ അനിവാര്യമായ ഒരു കാര്യമാണ് കൊഴുപ്പ് എന്ന് പറയുന്നത്. നമുക്ക് കൊഴുപ്പില്ലെങ്കിൽ നമ്മുടെ ശരീരം എന്തില്ല, ജീവൻ എന്ന് പറയുന്ന ഒരു സാധനം നിലനിൽക്കില്ല നമ്മുടെ ശരീരത്തിൽ. ഈ കാണുന്നതൊക്കെ ബേസിക് ആയിട്ട് കൊഴുപ്പുകൾ ചെയ്യുന്ന കുറച്ച് ഫങ്ഷൻസ് ആണ്. എന്നുവെച്ചാൽ നമ്മുടെ ഓരോരോ കോശങ്ങൾ, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് കോടിക്കണക്കിന് കോശങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ഒരു ശരീരം ഉള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതല്ലേ? അപ്പൊ ആ ഓരോ കോശത്തിന്റെ ഭിത്തികൾ, ആ ഭിത്തികൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത്. ലിപ്പിഡ് എന്ന് പറയുന്നത് കൊഴുപ്പാണ്. ആ കൊഴുപ്പിന്റെ ആ ഒരു അംശം നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമ്മളില്ല. അങ്ങനെ ആ ഒരു സെൽ സ്ട്രക്ചർ കൊളാപ്സ് ആവും. ആ സെല്ലിന് അതിന്റെ ഒരു സ്ട്രക്ചർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല പുറത്തു നിന്ന് വരുന്ന പോഷകങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള ഇലക്ട്രോലൈറ്റ്സും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. മാത്രമല്ല മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഏറ്റവും വലിയ നമ്മുടെ ഒരു ശക്തി എന്താണ്? മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്താണ്? ബുദ്ധിയാണ്. ആ ബുദ്ധി, തലച്ചോറ് എന്ന് പറയുന്നത് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? കൊഴുപ്പാണ്. എത്ര ശതമാനത്തോളം? 70%. അപ്പോ അത്രയും അനിവാര്യമായ ഒരു കാര്യമാണത് ഈ കൊഴുപ്പ് എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ ഡോക്ടർ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഫാറ്റ് ഡെപ്പോസിറ്റ് ആണല്ലോ. അപ്പൊ നമ്മൾ പിന്നെയും ഫാറ്റ് ഇൻടേക്ക് ചെയ്യുമ്പോൾ ഇത് ബേൺ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? എക്സസൈസ് ചെയ്യണോ? എക്സസൈസ് ചെയ്യാണ്ട് ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ആയ ഫാറ്റിനെ നമുക്ക് ഓൾറെഡി ഇപ്പൊ നമ്മൾ ഫാറ്റ് ആയിട്ടുള്ള
സാധനങ്ങൾ കഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ബേൺ ചെയ്യാണ്ടിരിക്കുമ്പോൾ അത് കൂടുകയല്ലേ ചെയ്യുള്ളൂ, അങ്ങനെയാണോ? ഇപ്പൊ പറഞ്ഞതാണ് അതിലോട്ട് കടക്കാം. അപ്പോ ഈ പറഞ്ഞ പോലെ കൊഴുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ എന്ന് മാത്രമല്ല, നമ്മുടെ ഞരമ്പുകള് അതേപോലെ നമ്മുടെ ഇമ്മ്യൂൺ സെൽസ്, നമ്മുടെ രോഗപ്രതിരോധ കോശങ്ങൾ എന്ന് തുടങ്ങി എല്ലാറ്റിനും മാത്രമല്ല പുരുഷ ഹോർമോണ് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഹോർമോണുകൾ, ഈസ്ട്രജൻ, ടെസ്റ്റോസ്റ്ററോൺ എന്നൊക്കെ പറയുന്നത് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്? ഈ കൊഴുപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു വിറ്റമിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ എന്തില്ല, നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവില്ല, നമുക്ക് രോഗങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിൽ ഫാറ്റ് സോളിബിൾ എന്ന് പറയുന്ന കുറച്ച് വിറ്റമിനുകളുണ്ട്, A, B, E, K എന്ന് പറയുന്നത്. ഈ 4 എണ്ണം, ഈ 4 വിറ്റമിൻസും എന്ത് വേണം? നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കൊഴുപ്പിൽ അലിഞ്ഞിട്ടാണ് നമ്മുടെ ശരീരത്തിലോട്ട് അത് എടുക്കാൻ പറ്റുള്ളൂ, അതിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്തും ഈ കൊഴുപ്പ് എന്ന് പറയുന്നത് നമുക്ക് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതേപോലെ കൊഴുപ്പിൽ നിന്നുണ്ടാകുന്ന എനർജിയാണ് ശരീരത്തിന് ക്ലീൻ ആയിട്ടുള്ള ഒരു എനർജി. കൊഴുപ്പിൽ നിന്നുണ്ടാകുന്ന എനർജിയാണ് നമ്മൾക്ക് ക്ലീൻ ആയിട്ട് ഉണ്ടാകുന്ന ഒരു എനർജി. എന്ന് വെച്ചാൽ അന്നജത്തിൽ നിന്നും എനർജി ഉണ്ടാക്കാം, കൊഴുപ്പിൽ നിന്നും എനർജി ഉണ്ടാക്കാം. ഞാൻ പറയുന്നത് കൺഫ്യൂസിങ് ആവുന്നില്ലല്ലോ? എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? അന്നജത്തിലെ കൊഴുപ്പ് നമുക്ക് നല്ലതല്ലെന്നാ പറയുന്നത്. എങ്ങനെയാണ്? അന്നിപ്പോ അന്നജം കഴിപ്പ് ചോറ് എല്ലാം കഴിച്ചുകൊണ്ട് അതിനെങ്ങനെ കൊഴുപ്പുണ്ടാവുന്നത്? അതിന് ഷുഗർ അല്ലേ? അതിലോട്ട് വരാം. നല്ല ചോദ്യമാണ്. അപ്പോ നമുക്ക് 2 തരത്തിലാണ് നമുക്ക് എനർജി ഉണ്ടാവുന്നത്. ഒന്ന് അന്നജത്തിൽ നിന്ന്, മറ്റൊന്ന് കൊഴുപ്പിൽ നിന്ന്. അപ്പോ ഇത് നമുക്ക് തീ ഉണ്ടാക്കുന്ന പോലെ ആയിട്ട് നമുക്ക് ഒന്ന് ആലോചിക്കാം. നമുക്ക് തീ വേണമെങ്കിൽ നമുക്ക് വിറക് വെച്ച് തീ കൂട്ടാം, അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് LPG വെച്ചിട്ടും നമുക്ക് തീ ഉണ്ടാക്കാം. ഇപ്പൊ വിറക് വെച്ച് തീ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ട് എന്തുണ്ടാകും? വെണ്ണീരും അതേപോലെ പുകയും ഒക്കെ ഉണ്ടാവും, അല്ലേ? ആണോ അല്ലേ? കിച്ചണില് നമ്മള് വിറക് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഭിത്തികളിലൊക്കെ എന്തുണ്ടാകും? അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും, അല്ലെ? പക്ഷെ അതേ തീ തന്നെയാണ് എന്തിൽ നിന്നും കിട്ടുന്നത്? എന്ത് കത്തിച്ചും നമുക്ക് കിട്ടുന്നത്? LPG കത്തിച്ചും നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും അഴുക്കുകൾ വരുന്നുണ്ടോ പുറത്തോട്ട്? ഇല്ല. നമുക്ക് അങ്ങനെ അഴുക്കുകൾ വരുന്നില്ല. ക്ലീൻ ആയിട്ടുള്ള ഒരു ഫ്യൂലാണ്, അല്ലെ? അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തില് അന്നജത്തിൽ നിന്ന് എനർജി ഉണ്ടാക്കുന്ന സമയത്ത്, അന്നജത്തിൽ നിന്ന് ATP എന്നാണ് പറയാ. എനർജിക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന കെമിക്കൽ എനർജി ATP എന്നാണ് പറയാം. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന സമയത്ത്, അന്നജത്തിൽ നിന്ന് ഉണ്ടാവുന്ന സമയത്ത് കുറച്ച് എനർജി ഉണ്ടാവും. അതിലും കൂടുതൽ എന്താണ് ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ ഈക്വൽ അമൗണ്ട്സിൽ എന്താണ് ഉണ്ടാവുന്നത്? ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള അഴുക്കാണ്. അഴുക്ക് എന്ന് പറയാൻ നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള സാധനമാണ് ഈ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. ഈ ഫ്രീ റാഡിക്കലാണ് കാലക്രമേണ നമ്മുടെ ശരീരത്തില് ഏജിങ് ആക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പ്രായമാക്കുന്നതും നമ്മുടെ മരണത്തിലോട്ട് നയിക്കുന്നതും ഈ ഫ്രീ റാഡിക്കൽസിന്റെ ഡാമേജ് ആണ്, പതുക്കെ. അപ്പോൾ ഈ ഒരു സാധനം നമ്മുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് കൂടി കഴിഞ്ഞാലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഫ്രീ റാഡിക്കലിന്റെ ഡാമേജ് കാരണം നമുക്ക് തൈറോയിഡ് പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ചർമ്മം പെട്ടെന്ന് ചുളിയുന്നതോ അല്ലെങ്കിൽ പെട്ടെന്ന് പിഗ്മെന്റേഷൻ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ റാഡിക്കൽ ഡാമേജ് കാരണം കൊണ്ടുണ്ടാവാം. ഇപ്പോ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്ന ഒരു സാധനം കേട്ടിട്ടുണ്ടോ? ആന്റി ഓക്സിഡന്റ് എന്താണ്? അത് ലെമണ്, മറ്റേ ഇഞ്ചി,
ഇതെല്ലാം മിക്സാക്കി മിശ്രിതാക്കിയിട്ടൊരു വെള്ളം കുടിക്കുന്നത് അതല്ല ആന്റി അതാണ് പല കാര്യങ്ങളിലും ഇപ്പൊ പലതരത്തിലുള്ള ഫുഡുകളിലും ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉള്ള പലതരത്തിലുള്ള മോളിക്യൂൾസോ അല്ലെങ്കിൽ കോമ്പൗണ്ട്സോ ഉണ്ട്. ഇപ്പൊ വിറ്റമിൻ സി ഒരു നല്ല ആന്റി ഓക്സിഡന്റ് ആണ്, അല്ലെങ്കിൽ വിറ്റമിൻ ഇ നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. മുടി കൊഴിച്ചിലുള്ളവർക്കൊക്കെ വിറ്റമിൻ ഇ അവിടെ പിന്നെ ക്യാപ്സ്യൂൾ ഇട്ടിട്ട് പുരട്ടാൻ പറയാറില്ലേ? അല്ലെങ്കിൽ മുഖത്ത് പിഗ്മെന്റേഷൻ ഉള്ളവർക്കോ അല്ലെങ്കിൽ റിങ്കിൾസ് ഉള്ളവര്, ചർമ്മം ചുളിയുന്നവർക്ക് ഉണ്ടെങ്കിൽ വിറ്റമിൻ സി സീറംസ് യൂസ് ചെയ്യാൻ പറയാറില്ലേ? വിഷാംശം ഒഴിവാക്കാണ് ബോഡിയിലെ. അതാണ്, ആ വിഷാംശത്തിന്റെ പേരാണ് ഈ ഫ്രീ റാഡിക്കൽ. ഈ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്ന വിഷാംശത്തിന് ഒഴിവാക്കാനാണ് ഈ ആന്റി ഓക്സിഡന്റ് വരുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവും. അപ്പൊ ഈ ഫ്രീ റാഡിക്കൽ എവിടുന്നാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്? നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. നമ്മളെ ഇപ്പോ പൊല്യൂഷൻ വന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോ പൊടി കൊണ്ടതുകൊണ്ടോ അതിനേക്കാളും എത്രയോ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽ എന്തിൽ നിന്നുണ്ടായതാണ്? കറക്റ്റ് ആയിട്ടുള്ള എനർജി പ്രൊഡക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെ? എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എനർജി പ്രൊഡക്ഷൻ നടത്താത്തത് കൊണ്ടാണ്. അപ്പോ ഈ പറയുന്ന പോലെ അതിന് പകരമായിട്ടുള്ള ഒരു നല്ല ഫ്യൂലാണ് LPG ഉണ്ടാവുന്ന പോലെ നമുക്ക് വേറെ പൊടികളോ പടലങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ എനർജി ഉണ്ടാക്കുന്ന സോഴ്സ് ആണ് ഫ്രീ റാഡിക്കൽ ഏറ്റവും കുറവ് ഉണ്ടാകുന്ന സോഴ്സ് ആണ് കൊഴുപ്പ് എന്ന് പറയുന്നത്. അപ്പോ കൊഴുപ്പിന്റെ എനർജി എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ്. അപ്പോ മനുഷ്യൻ എന്ന് പറയുന്നത്, ഈ ലോകത്ത് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 ലക്ഷം വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. എത്ര വർഷം? എത്ര വർഷമാണ്? 2 ലക്ഷം വർഷം. ഇപ്പൊ ഇത്രയും കാലം നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ലോകത്ത് നമ്മള് കൃഷി തുടങ്ങിയിട്ട് അല്ലെങ്കിൽ അന്നജം നമ്മുടെ ഒരു മേജർ സോഴ്സ് ഓഫ് ഫുഡ് ആയിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ 2 ലക്ഷം വർഷത്തില് നമ്മൾ കൃഷി തുടങ്ങിയത് എത്രാമത്തെ വർഷം മുതലായിരിക്കും? എത്ര വർഷമായിട്ടുണ്ട് നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് മനുഷ്യൻ? 2 ലക്ഷം. വേറെ എന്തെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? 100 വേറെ ആൻസേഴ്സ് ഉണ്ടോ? കൃഷി തുടങ്ങിയത് അന്ന് തന്നെ പ്രവാചക കാലത്ത് തന്നെ കൃഷി വരുന്നില്ല. അല്ല, 12,000 വർഷമായിട്ടുള്ളൂ. എത്ര വർഷം? 12,000 വർഷം. ഈ 2 ലക്ഷം എവിടെ കിടക്കുന്നത്? 12,000 എന്ന് പറയുന്നത് എവിടെ കിടക്കുന്നത്? അതുവരെ മനുഷ്യൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? എന്ത് കഴിച്ചാണ് ജീവിച്ചിരുന്നത്? ഇലയും മൃഗങ്ങളെ വേട്ടയാടി ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത് മൃഗങ്ങളെ വേട്ടയാടി തന്നെയാണ്. മാംസങ്ങൾ കഴിച്ചിട്ടാണ്. മാംസങ്ങളും ഫ്രൂട്ടുകളും കഴിച്ചിട്ടാണ് ചെയ്തിരുന്നത്. അപ്പൊ ഇതൊക്കെ മാറാനുള്ള ഒരു സാഹചര്യം ഹണ്ടർ ഗ്യാദറേഴ്സ് എന്ന് പറയും. ഇപ്പോ ഏതൊരു സ്ഥലത്ത് നോക്കുകയാണെങ്കിലും ഇപ്പൊ പോലും മരുഭൂമികളിൽ അന്നും മനുഷ്യന്മാര് ജീവിച്ചായിരുന്നു, അല്ലെ? പക്ഷെ ഈ മരുഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാര് കൃഷി ചെയ്തിട്ടാണോ അല്ലെങ്കിൽ അവിടെയുള്ള ചെടികളിൽ നിന്നാണോ എടുക്കുന്നത്? അല്ലെങ്കിൽ ഈത്തപ്പഴം മാത്രം കഴിച്ചിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ ഏതൊരു കാലാവസ്ഥയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ നല്ല മാംസാഹാരങ്ങൾ കഴിച്ചിട്ടാണ് മനുഷ്യൻ ജീവിച്ചിരുന്നത്. ഇപ്പോ ഏറ്റവും തണുത്ത പിന്നെ സ്ഥലങ്ങൾ എടുത്ത് നോക്കാം, ഗ്രീൻലാൻഡ് പോലെയുള്ളത്. അവിടെ ഐസ് കട്ടകളും മഞ്ഞും അല്ലാതെ വേറെ ഒന്നുമില്ല, ഇല്ലേ? പക്ഷെ മനുഷ്യൻ അവിടെയും ജീവിക്കുന്നുണ്ട്. എന്ത് കഴിച്ചാണ് ജീവിക്കുന്നത്? വേട്ടയാടിയിട്ടാണ്. അവിടെ സീൽ എന്ന് പറയുന്ന ഒരു മൃഗമുണ്ട്, കണ്ടിട്ടുണ്ടോ? അത് ശരിക്കും അവരെ ആ സാഹചര്യമായിട്ട് അവരെ ബോഡിയും അവരെ അവിടെ നിൽക്കുന്ന ആൾക്കാരത് സെറ്റ് ആയിട്ടല്ലേ? ഐ മീൻ നമ്മുടെ ഇവിടുത്തെ നമ്മള് മനുഷ്യന്മാരാണ്, അവരും മനുഷ്യന്മാരാണ്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ബയോകെമിസ്ട്രിയും ഒന്നാണ്, അവരിൽ നടക്കുന്നതും ഒന്നാണ്. ഇപ്പോ നമുക്കും അഡാപ്റ്റ് ആയി എന്ന് പറയാം, ഒരു വിധത്തില് നമുക്ക് അഡാപ്റ്റ് ആയി എന്ന് പറയാം. പക്ഷെ ഇങ്ങനെ അഡാപ്റ്റ് ആയി കഴിഞ്ഞാലും ഇത്രയും രോഗങ്ങൾ വരാൻ പാടില്ല. ഇപ്പൊ നമ്മള്
നമ്മൾ കൃഷി ചെയ്തിരുന്നിടത്തോളം കാലം നമുക്ക് ഈ ഫുഡ് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ എന്ത് വന്നു? നമ്മൾ മോഡേൺ ലൈഫ് സ്റ്റൈലിലോട്ടായി മാറി അല്ലെ? ഇപ്പൊ നമ്മൾ ഈ ഒരു ഫുഡ് തന്നെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത് എന്താവില്ല, നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം നിലനിർത്താൻ പറ്റില്ല. നമ്മൾ കൃഷി ചെയ്തിരുന്നിടത്തോളം കാലം നമുക്ക് ആ കിട്ടുന്നത്, ഇപ്പൊ കൃഷി ചെയ്യുന്ന കാലഘട്ടത്തിൽ പോലും നമ്മൾ ഇപ്പൊ കഴിക്കുന്ന അത്ര അന്നജം നമ്മൾ കഴിച്ചേരുന്നില്ല. മാത്രല്ല ആ കഴിച്ചേരുന്ന അന്നജവും നല്ല പിന്നെ തവിടുള്ള അരി എന്ന് പറയാം, അല്ലെങ്കിൽ അത് ഇപ്പൊ ഉള്ളതൊക്കെ എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് ആണ്. അത് മാത്രമല്ല വരുന്നതാണ്, അൾട്രാ പ്രോസസ്ഡ് ആയിട്ട് വരുന്നതാണ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് നല്ല വൈൽഡ് ആയിട്ടുള്ള, അതിൽ തന്നെ അതിന്റെ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് വളരെ കുറവാണ്, ഒരു 40% ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഉള്ള എല്ലാത്തിലും ഒരു 70 തൊട്ട് 80% ഉണ്ട്. അപ്പോ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മാത്രമല്ല 40, നമ്മുടെ ടോട്ടൽ ഡയറ്റിൽ നോക്കുന്ന സമയത്ത് 40% മാത്രമാണ് ഇതുപോലുള്ള അരിഭക്ഷണങ്ങൾ കഴിച്ചിരുന്നത്. പിന്നെ നമ്മൾ കഴിച്ചിരുന്നത് വളർത്ത് മൃഗങ്ങൾ, അല്ലെങ്കിൽ ഈ കോഴിയുടെയോ അല്ലെങ്കിൽ ആടിന്റെയോ ഒക്കെ മാംസം, അതേപോലെ നന്നായി ഡെയറി കഴിച്ചായിരുന്നു, ചീസും അതേപോലെ വെണ്ണയും. നിങ്ങൾ നിങ്ങളുടെ പിന്നെ ഫോർ ഫാദേഴ്സിനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, അവരൊക്കെ നന്നായിട്ട് നെയ്യും വെണ്ണയൊക്കെ കഴിച്ചായിരുന്നില്ലേ? അപ്പൊ കഴിച്ചിട്ടുണ്ട്. പശുവിനെ വല്യമ്മമാരൊന്ന് ആലോചിച്ചാൽ മതി, അവരുടെ ഒരു ജനറേഷനിൽ തന്നെ നന്നായി പിന്നെ ഇത് കഴിച്ചായിരുന്നു ഇല്ലേ? അവർക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നല്ലോണം അധ്വാനിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പത്തെ എല്ലാരും അധ്വാനം കുറവാ. അതാണ് പറയുന്നത്. അധ്വാനിച്ചു എന്ന് മാത്രമല്ല ഈ പറയുന്ന കൊഴുപ്പുകളും നന്നായിട്ട് കഴിച്ചായിരുന്നു. അപ്പൊ കൊഴുപ്പുകൾ എന്ന് പറയുന്നത്, കൊഴുപ്പ് ബേസിക്കലി നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഈ പറഞ്ഞ ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉള്ള ഒരു സാധനം തന്നെയാണ് കൊഴുപ്പ്. അതിന് നല്ലൊരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ എല്ലാവരും മീനെണ്ണ ഗുളിക കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഈ ഹാർട്ട് ബ്ലോക്ക് ഉള്ളവർക്ക് കഴിക്കാം എന്നല്ല പറയാറ്, കേട്ടിട്ടുണ്ടോ? ഉള്ളവർക്ക്, മുഴകൾ ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കാം എന്നാണ് പറയുന്നത്. ഈ ഗുളികന്റെ ഉള്ളിലുള്ളത് എന്താണ്? ഈ മീനെണ്ണ എന്ന് പറയുന്നത് കൊഴുപ്പാണ്. അതേപോലെ തന്നെയാണ് നാച്ചുറൽ ആയി കിട്ടുന്ന എല്ലാ കൊഴുപ്പുകളും, സീഡ് ഓയിൽസ് ഒഴികെയുള്ള എല്ലാ കൊഴുപ്പുകളും ഒമേഗ 3 എന്ന് പറയുന്ന നല്ല ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കുന്ന നല്ല കാര്യങ്ങളാണ് കൊഴുപ്പുകൾ. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കൊഴുപ്പ്. നമ്മുടെ എല്ലാ കോശങ്ങൾക്കും ആവശ്യമാണ്, നമ്മുടെ ഹോർമോണുകൾക്ക് ആവശ്യമാണ്, നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻസിന്, ഫാറ്റ് സോളിബിൾ വിറ്റമിൻസിന് എടുക്കാൻ ആവശ്യമാണ്, നമ്മുടെ പിത്തം ഉൽപാദനത്തിന് ആവശ്യമാണ്, നമ്മുടെ ബ്രെയിനിന്റെ മെയിൻ്റെനൻസിന് ആവശ്യമാണ്, നല്ല എനർജി ഉണ്ടാക്കാൻ ആവശ്യമാണ്, ഞരമ്പുകൾക്ക് ആവശ്യമാണ് എന്ന് തൊട്ട് എല്ലാറ്റിനും ആവശ്യമായ ഈ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ കിട്ടാതെ ആകുന്ന സമയത്ത്, എന്ന് വെച്ചാൽ നമ്മൾ മുട്ടയുടെ മഞ്ഞക്കരുവോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ള കൊഴുപ്പുകൾ എടുക്കാതെ ആകുമ്പോൾ നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് കൊഴുപ്പാണ് എന്ത്? ട്രൈഗ്ലിസറൈഡ്. ഈ മധുരത്തിൽ നിന്ന് ഇപ്പൊ ഒരു മാഡം പറഞ്ഞിരുന്നു, നമ്മൾ അന്നജല്ലേ കഴിക്കുന്നത്, അത് ഷുഗർ അല്ലേ, അതെങ്ങനെ കൊഴുപ്പാവുന്നതെന്ന് ചോദിച്ചായിരുന്നു അല്ലേ? നല്ല ചോദ്യമാണ്. അപ്പൊ ആ ചോദ്യത്തിന്റെ ആൻസർ ആണ് CHREBP എന്ന് പറയും. ആ ഒരു സാധനമാണ് നമ്മുടെ ശരീരത്തില്. മാത്രമല്ല ഇൻസുലിനും CHREBPയും ചേർന്നാണ് നമ്മുടെ ശരീരത്തിൽ എന്താ ഉണ്ടാക്കുന്നത്? അന്നജത്തെ കൊഴുപ്പാക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മള് കൊഴുപ്പ് കിട്ടാത്തത് കൊണ്ട്, കൊഴുപ്പില്ലാതെ എന്തില്ല, മനുഷ്യ ശരീരം നിലനിൽക്കാൻ പറ്റില്ല. കൊഴുപ്പില്ലാതെ ഡയബറ്റിക് പേഷ്യന്റിന്റെ ഇത് അതിന് ഈ കൊഴുപ്പുമായിട്ടൊന്ന് റിലേറ്റഡ് ആയിട്ടൊന്ന് പറയാമോ? ഞാനൊരു സംശയം ചോദിച്ചിട്ടെ. പറഞ്ഞോളൂ. അപ്പൊ കൊഴുപ്പ് മാത്രം കഴിച്ചാല് നമ്മളെ വെയിറ്റ് ലോസ് ആവോ? വെയിറ്റ് ലോസ് ആവും. കൊഴുപ്പ് മാത്രം കഴിച്ചാൽ പക്ഷെ അത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് അല്ലേ സംഭവിക്കുക അവിടെ? നമുക്ക് തീരെ കാർബ്സ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡയറ്റ് തരാത്തത് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാരണം കൊണ്ടാണ്. എന്ന് വെച്ചാൽ ഇതൊരു ലോങ് ടേമിൽ നമുക്ക് നമ്മുടെ എക്കണോമിക്കലി നമുക്ക് കുറച്ച്
എല്ലാവർക്കും പിന്നെ ഫൈനാൻഷ്യലി അതൊന്ന് സ്റ്റേബിൾ ആവണം എന്നുള്ളത് കൊണ്ടും നമുക്ക് കുറച്ച് ലോങ് ടേമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡയറ്റും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത്. മാത്രമല്ല ഇത്രയും ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് വരുന്ന ഒരു കാര്യമാണ് കൊഴുപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ഉടനെ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞ് ഇനി നല്ലോണം മുട്ട കഴിച്ചോ, ഒരു ദിവസം 10 മുട്ട കഴിച്ചോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചിലപ്പോ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അതില് ഭയങ്കര പേടി ഉണ്ടാവുക. കുറച്ച് പ്രായമാകുമ്പോൾ വരൂല. ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ ഒരു സാധനമാണ് കൊഴുപ്പ് എന്നുള്ളത്. അപ്പൊ കൊളസ്ട്രോൾ എന്നുള്ളത് മോശമായ കൊളസ്ട്രോൾ എന്ന് ഒരു കാര്യമല്ല. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോ ഇതിൽ മോശമായത് ഏതാണ്, മോശമായ കൊഴുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് മധുരത്തിൽ നിന്നുണ്ടാകുന്ന കൊഴുപ്പ്, അല്ലെ? അപ്പൊ മധുരത്തിൽ നിന്ന് ഡയബറ്റിക് ആയിട്ടൊന്ന് റിലേറ്റഡ് ആയിട്ടൊന്ന് പറയാവോ? ഏതാണ് ഫാറ്റ് കഴിക്കുമ്പോൾ ഡയബറ്റിക് അന്നജം ഗ്ലൂക്കോസ് ഡൈവേർട്ട് ചെയ്ത് വരുന്ന ഫാറ്റും മറ്റാത്തും കൂടി ഒന്ന് ഡയബറ്റിക് ആയിട്ട് പറയുന്ന സമയത്താ? ഡയബറ്റിക് ആയിട്ട് പറയുന്ന സമയത്ത് നമുക്ക് രണ്ട് കാര്യം. ഓക്കെ, അപ്പോൾ ഇൻസുലിൻ വെച്ചിട്ട് ഞാൻ പറയാം. നമ്മുടെ ശരീരത്തിൽ ഇൻസുലിനെ കുറിച്ചിട്ട് കേട്ടിട്ടില്ലേ? ഇൻസുലിൻ കേട്ടിട്ടുണ്ട്. ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത്? ഇൻസുലിൻ എന്താണ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ? കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ്? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. അതാണ് നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ഷുഗറിനെ പലതരത്തിൽ നമുക്ക് ആവശ്യമുള്ള പോലെ. നമുക്ക് ഊർജം ആവശ്യമുണ്ടെങ്കിൽ, നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് ഊർജം ആവശ്യമാണെങ്കിൽ അതിനെ ഊർജമാക്കി മാറ്റി തരും നമുക്ക്, അല്ലെ? ഇനി അതല്ല, നമ്മൾ അതിനനുസരിച്ച് പണിയെടുക്കുന്നില്ലെങ്കിൽ കുറച്ച് ഭാഗം ഗ്ലൈക്കോജൻ സ്റ്റോർസിലോട്ട് പോകും. എന്ന് വെച്ചാൽ നാളത്തേക്ക് എടുത്തു വെക്കും. എന്നിട്ട് അതിലും കൂടുതൽ ഭാഗം കൊഴുപ്പാക്കി മാറ്റിയിട്ടാണ് എടുത്തു വെക്കുന്നത്. ഈ മധുരത്തെ നമ്മുടെ ഇൻസുലിൻ എന്ത് ചെയ്യുന്നു? കൊഴുപ്പാക്കി, ഫാറ്റി ആസിഡ്സ് ആക്കി മാറ്റിയിട്ടാണ് എടുത്തു വെക്കുന്നത്. ഇത് എത്ര പേർക്ക് അറിയാം? എത്തുന്ന ഷുഗർ, നമ്മുടെ ശരീരത്തിൽ എത്തുന്ന അന്നജം ഒക്കെ തന്നെ കൊഴുപ്പായിട്ടാണ് മാറുന്നത്. അപ്പൊ ആ കൊഴുപ്പാണ് നമ്മൾ കളയാൻ നോക്കുന്നത്. എന്തിൽ നിന്നുണ്ടായ കൊഴുപ്പാണ് നമ്മൾ കളയാൻ നോക്കുന്നത്? മധുരത്തിൽ നിന്ന്, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന്, അല്ലെങ്കിൽ അന്നജത്തിൽ നിന്ന് ഉണ്ടായ കൊഴുപ്പിനെ നമ്മൾ കളഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നല്ല കൊഴുപ്പിനെ കയറ്റാൻ നോക്കുകയാണ്. അപ്പോ ഈ മധുരത്തിൽ നിന്നുണ്ടാകുന്ന കൊഴുപ്പിന്റെ ഒരു വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. ഇപ്പോ പ്രമേഹം വന്നിട്ടുള്ളവർക്ക് കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? അല്ലെങ്കിൽ ഞരമ്പിനൊക്കെ ഭയങ്കര ഡാമേജ് വന്നിട്ട് കയ്യിൽ തരിപ്പ്, അല്ലെങ്കിൽ കൈ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ട് നിവർത്താൻ പറ്റില്ല, ഒരു കൺട്രോൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ കാലില് പോലും നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ നമുക്ക് ഫീലിങ്സ് അതിൽ അറിയാൻ പറ്റാതെ അവിടെ മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ ആയി അതിനെ ശരീരത്തിന് തന്നെ അതിനെ പറയാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോ ആംപ്യൂട്ടേറ്റ് വരെ ചെയ്യേണ്ട ഒരു ആവശ്യം വരാറുണ്ട്. അല്ലെങ്കിൽ കിഡ്നിക്ക് ഡാമേജ് വരാറുണ്ട്. ഇതൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും, അല്ലെ? എല്ലാവരും ആരെങ്കിലും ഒന്ന് നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ ഒക്കെ ആരെങ്കിലും അങ്ങനെ ഉണ്ടാവും, ഉറപ്പല്ലേ? ഉണ്ട്. ഇപ്പോ എല്ലാവർക്കും ഒരു സംശയവും ഇല്ല, ഈ ഡാമേജ് ഒക്കെ വരുത്തിയിട്ടുള്ളത് എന്താണ്? ഷുഗറാണ്. അപ്പൊ ഷുഗറാണ് ഈ ഡാമേജ് ഒക്കെ വരുത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ രക്തത്തിൽ മധുരം ഉണ്ടെങ്കിൽ വഴിയിലുള്ള എല്ലാറ്റിനെയും നശിപ്പിക്കും. ഈ മധുരം ആണോ, അല്ലേ? അപ്പോ നമ്മുടെ ശരീരത്തിന് ഇതറിയാം. അപ്പോ എത്രയും പെട്ടെന്ന് നമ്മുടെ രക്തത്തിൽ നിന്ന്
എവിടെയെങ്കിലും പോയി തൊലയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇൻസുലിൻ വരുന്നത്. ഇൻസുലിൻ വരുന്നത് എന്തിനാണ്? നമ്മുടെ രക്തത്തിൽ ആരുണ്ടാവാൻ പാടില്ല? ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ആ ഷുഗറിനെ പിടിച്ച് ഒന്നുകിൽ ഊർജമായിട്ട് കളയും. നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ആവശ്യമുണ്ട്, ഇവനെടുത്തിട്ട് അങ്ങോട്ട് ഇടാം എന്ന് പറഞ്ഞിട്ട് വലിച്ചെറിയുന്നതാണ്. നിങ്ങൾ വിചാരിക്കരുത് അന്നജം നിങ്ങൾക്ക് എന്തോ വലിയ കാര്യം ചെയ്തു തരികയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മുടെ ശരീരം അതിനെ വലിച്ചെറിയാൻ നോക്കുകയാണ്. കാരണം ഇവനെ രക്തത്തിൽ വിട്ടിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും പോയി ഡാമേജ് ചെയ്യും. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? കാരണം നമ്മുടെ ശരീരത്തില് രക്തം എല്ലായിടത്തും എത്തും. തലച്ചോറിലും എത്തും, കണ്ണിലും എത്തും, കിഡ്നിയിലും എത്തും, വിരലിലും എത്തും. അപ്പൊ എവിടൊക്കെ രക്തം എത്തുന്നുണ്ടോ അവിടൊക്കെ മധുരം എത്തും. മധുരം എത്തിക്കഴിഞ്ഞാൽ മധുരം എല്ലാത്തിനും ഡാമേജ് ചെയ്യും. അപ്പൊ അതിനെ എടുത്ത് വലിച്ചെറിയാണ്. എനർജി ആയിട്ട് പോയി തൊല എന്ന് പറഞ്ഞിട്ടാണ് കളയുന്നത്. അതേപോലെ എത്രയും പെട്ടെന്ന് രക്തത്തിൽ നിന്ന് മാറ്റി വെക്കാനാണ് നമ്മൾ. അതിനനുസരിച്ചുള്ള എനർജി ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ വെറുതെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ കൂടുതൽ അന്നജം ഉള്ളിലേക്ക് എങ്ങനെയോ കഴിച്ചു പോയെങ്കിൽ പിന്നീട് നമ്മുടെ ശരീരം എങ്ങനെയെങ്കിലും പെട്ടെന്ന് അതിനെ ഗ്ലൈക്കോജൻ സ്റ്റോർസിൽ കയറ്റുകയാണ്. എന്നിട്ടും അതിന് സമയം കാണുന്നില്ല. എത്രയും പെട്ടെന്ന് ഇങ്ങനെ മാറ്റി എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് മാറ്റുന്ന സമയത്താണ് നമ്മുടെ വിസറൽ ഫാറ്റ്. ഇതെവിടെ കാണുന്നുണ്ടോ? സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, വിസറൽ ഫാറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തോലിന് തൊട്ട് താഴെയുള്ള നമുക്ക് അവിടെ കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. അവിടെ കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ ഈ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്, വിസറ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ആന്തരിക അവയവങ്ങളാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളാണ്. എന്തൊക്കെയുണ്ട്? ഹൃദയമുണ്ട്, കിഡ്നി ഉണ്ട്, യൂട്രസ് ഉണ്ട്. അപ്പോ ഇതിന്റെ കോശങ്ങളിൽ, ഈ പറഞ്ഞ അവയവങ്ങളുടെ കോശങ്ങളിൽ കൊഴുപ്പ് ചേർത്ത് വെച്ചാലാണ് എന്ത് പറയാ? വിസറൽ ഫാറ്റ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇത്രയും അധികം ചോറ് കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇത്രയും അധികം മധുരം കഴിക്കുന്ന സമയത്തോ നമ്മുടെ ശരീരത്തിന് പ്രഷറാണ്, പേടിയാണ്. ഈ മധുരത്തിന് രക്തത്തിൽ വിട്ടുകളഞ്ഞാൽ ഇങ്ങേര് പോയി കണ്ണിനെ ഡാമേജ് ചെയ്യും. കാരണം കണ്ണാണ് ഏറ്റവും മൃദുലായിട്ടുള്ളത്, അല്ലെ? വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു, ടെൻഡർ ആയിട്ടുള്ള ഒരു അവയവമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ കിഡ്നിയും, അതേപോലെ തന്നെയാണ് നമ്മുടെ ഞരമ്പുകളും. പ്രത്യേകിച്ച് കയ്യിന്റെ അറ്റത്തുള്ള, കാലിന്റെ അറ്റത്തുള്ളതൊക്കെ നേർന്ന, വളരെ നേരിയ. അപ്പൊ ഇതിനൊക്കെ പെട്ടെന്ന് ഡാമേജ് വരും, വലിയ രീതിയിൽ ഡാമേജ് വരും. അതുകൊണ്ടാണ് ഫസ്റ്റ് ഷുഗർ വന്നു കഴിഞ്ഞാൽ തന്നെ ഡാമേജ് ഒക്കെ പെട്ടെന്ന് എവിടെയാണ് കാണാറുള്ളത്? കണ്ണിനും കിഡ്നിക്കും വിരലിനും അല്ലെങ്കിൽ കാലിന്റെ തുമ്പത്തൊക്കെയാണ്, അല്ലെ? എന്റെ ഉമ്മാക്ക് ഷുഗർ ഇല്ല, പക്ഷെ ഉമ്മക്ക് കണ്ണിന് കാഴ്ചയില്ലല്ലോ. അപ്പൊ അതെന്താ? മനസ്സിലായില്ല. എന്റെ ഉമ്മാക്ക് കണ്ണിന് കാഴ്ചയില്ല, തിമിരം ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ഷുഗർ ഒന്നുമില്ല, അപ്പൊ അതുകൊണ്ടാ? കറക്റ്റ്. അതിലോട്ടാണ് ഞാൻ വരുന്നത്. അപ്പോ ഈ മധുരം ഇത്രയും ഡാമേജ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതിലാർക്കും സംശയമില്ലല്ലോ? സംശയമില്ല. അപ്പോ ഈ മധുരത്തിൽ നിന്ന് ഉണ്ടാകുന്ന കൊഴുപ്പും എങ്ങനെയാണ്? അതേ ഡാമേജിങ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഷുഗർ ആണെങ്കിലും കൊളസ്ട്രോൾ എന്നാണ് എല്ലാവരും സാധാരണ പറയാറ്. പക്ഷെ അത് ട്രൈഗ്ലിസറൈഡ് ആണ് ഈ പറയുന്ന ഡാമേജ് ഒക്കെ വരുത്തി കൂട്ടുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? അതോടൊപ്പം ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, ഒന്ന് കൊളസ്ട്രോള്, മറ്റൊന്ന് ട്രൈഗ്ലിസറൈഡ്. അപ്പൊ നിങ്ങൾ ചോദിക്കാം, അപ്പൊ HDL കൊഴുപ്പോ അല്ലെങ്കിൽ LDL കൊഴുപ്പ് എന്താണ്, VLDL കൊഴുപ്പ് എന്താണ് എന്നൊക്കെ ചോദിക്കാം, അല്ലെ? അപ്പോ അതിനുള്ള ഉത്തരാണ് ഇപ്പൊ ഞാൻ തരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് കൊഴുപ്പ് എന്ന് പറയുമ്പോ നമ്മൾ കുറച്ച് കൊഴുപ്പ് അല്ലെങ്കിൽ ഒരു നെയ്യ് എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാല് ഇത് രണ്ടും ചേരുവോ? ചേരില്ല. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്, നമ്മുടെ ശരീരത്തിന് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് കൊഴുപ്പ് എന്നുള്ളത്, അല്ലെ? എല്ലാ കോശങ്ങൾക്കും കൊഴുപ്പ് ആവശ്യമാണ്. തലച്ചോറിന് അത്രയും കൊഴുപ്പ് ആവശ്യമാണ്. ഹോർമോണുകൾ ഉണ്ടാക്കണം, വിറ്റമിൻസ് ആവശ്യമാണ്, എല്ലാറ്റിനും ആവശ്യമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തില് ഈ കൊഴുപ്പ് നിരന്തരം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം, അല്ലെ? നമ്മൾ കഴിക്കുന്ന കാര്യം രക്തത്തിലൂടെ ട്രാൻസ്പോർട്ട് ആയിക്കൊണ്ടേയിരിക്കണം. എന്നിട്ട് ആവശ്യമുള്ള സ്ഥലത്തോട്ട് എടുത്ത് കുറച്ച് കൊടുക്കണം.
അല്ലെ? ഈ കോശത്തിന് കുറച്ച് ആവശ്യം കൊടുക്കും, ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ വെള്ളത്തിൽ അല്ലെങ്കിൽ ജലാംശത്തിൽ ഈ പറയുന്ന കൊഴുപ്പ് ചേരില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ രക്തത്തിലൂടെ ഇത് ട്രാവൽ ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് സഞ്ചരിക്കാൻ പറ്റുക? അപ്പൊ ആ സഞ്ചാരത്തിന് നമ്മുടെ ശരീരത്തിൽ ഉള്ള ഒരു കാര്യമാണ് ഒരു ബസ് അല്ലെങ്കിൽ ഒരു കപ്പൽ എന്ന് പറഞ്ഞു. നമ്മുടെ രക്തം എന്ന് പറയുന്ന ഈ ഒരു നദിയിലൂടെ കൊഴുപ്പിനെ കൊണ്ടു നടക്കുന്ന ഒരു കപ്പലാണ് ഈ പറയുന്ന അപ്പോ എന്ന് പറയുന്നത്. അപ്പോ ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു സാധനമാണത്. അപ്പൊ അതിൽ കുറച്ച് പ്രോട്ടീന്റെ അംശമുണ്ട്, കുറച്ച് കൊഴുപ്പിന്റെ അംശമുണ്ട്. അപ്പൊ ഇതിന് കൊഴുപ്പിനെ പിടിക്കാൻ പറ്റും, അതേപോലെ വെള്ളത്തിലും ഇങ്ങനെ കപ്പല് പോലെ കൊഴുപ്പിനെ. അപ്പൊ ഈ അപ്പോ എന്ന് പറയുന്നതില് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണുള്ളത്. കൊഴുപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 2 ഗണത്തിൽ വെച്ചാൽ മതി. ഒന്ന് കൊളസ്ട്രോള്, നാച്ചുറൽ ആയിട്ടുള്ള നല്ല കൊഴുപ്പ്, നമ്മുടെ ശരീരത്തിന് നല്ലത് ചെയ്യുന്ന നല്ല കൊഴുപ്പ്. മറ്റൊന്ന് മധുരത്തിൽ നിന്നുണ്ടായിട്ടുള്ള ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ മതി. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ. അപ്പൊ ഈ പറയുന്ന കപ്പലുകളൊക്കെ എന്തൊക്കെ ഉണ്ടാവും? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചിരിക്കും ഈ നമ്മുടെ ശരീരത്തിൽ ഏത് കൊഴുപ്പാണ് കൂടുതലുള്ളത് എന്നുള്ളത്. അപ്പൊ എങ്ങനെ പോയാലും ഈ കപ്പലിന് കൊണ്ടുപോകാൻ പറ്റിയ 2 കൊഴുപ്പുകൾ ഏതൊക്കെയാണ്? ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് കൊളസ്ട്രോൾ എസ്റ്റേഴ്സ്, മറ്റൊന്ന് ട്രൈഗ്ലിസറൈഡ്സ്. ഈ 2ആണ് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ. ഈ കപ്പലിന്റെ ഉള്ളില് പോകുന്നത് ഇതാണ്. അപ്പോ ഈ കപ്പലിനുള്ളിൽ ഏത് കാർഗോ ആണ് കൂടുതൽ അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റ് ആണ് കൂടുതൽ എന്ന് വെച്ചാണ് ഈ കപ്പലിന്റെ പേര് നമ്മൾ മാറ്റി പറയുന്നത്. നിങ്ങള് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ കാണും അല്ലെ, ടോട്ടൽ കൊളസ്ട്രോള്, പിന്നെ ട്രൈഗ്ലിസറൈഡ്സ്, പിന്നെ HDL, LDL, VLDL. അപ്പൊ ഈ HDL എന്ന് പറയുന്നതും VLDL എന്ന് പറയുന്നതും LDL എന്ന് പറയുന്നതും ഒക്കെ തന്നെ എന്താണ്? ഒരേ സാധനമാണ്. ഈ പറയുന്ന കപ്പലാണ്. ഈ പറയുന്ന കപ്പലാണ്. പക്ഷെ അതിന്റെ പേര് എന്തുകൊണ്ടാണ് മാറിയത്? കണ്ടന്റിനനുസരിച്ച്. കറക്റ്റ്, കണ്ടന്റിനനുസരിച്ചാണ് അതിന്റെ പേര് മാറിയത്. അപ്പോ ഇതിൽ സാധാരണ നമ്മൾ പറയുമ്പോ നമ്മൾ ഏതാണ് ഏറ്റവും നല്ലത് എന്ന് പറയാറുള്ളത്? HDL ആണ് പറയാറുള്ളത്. അപ്പോ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് HDLനുള്ളിൽ ഉള്ള കണ്ടന്റ് ഏതായിരിക്കും കൂടുതൽ? കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ. കേൾക്കുന്നുണ്ടോ? കൊളസ്ട്രോൾ എന്ന് പറയുന്നതാണ് കൂടുതൽ. ഇനി നമ്മൾ മോശമായത് എന്ന് പറയുന്നത് ഏതിനെ കുറിച്ചാണ്? അപ്പൊ അതിൽ ഏതായിരിക്കും കൂടുതല്? ട്രൈഗ്ലിസറൈഡ് ആയിരിക്കും കൂടുതൽ. പക്ഷെ ഇതിന്റെ ഒരു രസം എന്ന് പറഞ്ഞാല് ഈ HDL തന്നെ 5 തരത്തിലുള്ള ഇപ്പൊ വെച്ചിട്ടുള്ള കണ്ടുപിടുത്തത്തിൽ 5 എണ്ണം ഉണ്ട്. LDL 3 എണ്ണം അതിൽ കൂടുതലും ഉണ്ട്. പിന്നെ VLDL നോക്കുമ്പോഴും അതിലും കൂടുതലുണ്ട്. കാണുന്നുണ്ട് എല്ലാവർക്കും? കാണുന്നുണ്ട്. അപ്പൊ LDL എന്ന് നമുക്ക് മൊത്തത്തിൽ നമുക്ക് മോശമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? കാരണം LDL തന്നെ കൊളസ്ട്രോൾ കൂടുതലുള്ള LDL ഉണ്ട്, ട്രൈഗ്ലിസറൈഡ് കൂടുതലായിട്ടുള്ള LDL ഉണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള LDL നല്ലതാണോ മോശമാണോ എന്ന് എങ്ങനെയാണ് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുക? നമ്മൾ എന്താണ് നോക്കേണ്ടത്? നമ്മൾ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ കൂടുതലും എന്ത് ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് എന്ന് ഉള്ളത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ കാണുന്ന LDL നല്ലതാണോ മോശമാണോ എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? LDL കൂടുതലാണെങ്കിൽ
നമ്മൾ LDL കഴിക്കുന്ന കൂടുതൽ ഫുഡ് ഇരിക്കൂലേ ഡോക്ടർ? എങ്ങനെയാണ്? LDL കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനനുസരിച്ചിട്ടിരിക്കും അതിന്റെ ഇതല്ലേ, പ്രശ്നമാണോ അല്ലയോന്ന്? അതാണ്. അപ്പോ LDL കൂടുതലാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ പേടിക്കേണ്ട ആവശ്യമല്ല. LDL നല്ലതാ കൂടുതലാണെങ്കിൽ ചീത്തയാണുള്ള എങ്ങനെ തിരിച്ചറിയാ? അതാണ് പറഞ്ഞത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചിരിക്കും. നമ്മൾ കൂടുതലും അന്നജമാണ് കഴിക്കുന്നതെങ്കിൽ, അതേപോലെ ട്രൈഗ്ലിസറൈഡ്സും കൂടുതലാണെങ്കിൽ ഈ പറഞ്ഞ LDL അതിൽ പെട്ടതാണ്. ഡോക്ടർ ഒരു കാര്യം ചെയ്യട്ടെ, നോർത്ത് ഇന്ത്യയിലൊക്കെ എല്ലാവരും കൂടുതൽ ഷുഗർ കഴിക്കുന്ന, ഒരു കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നില്ല, ഞാൻ പക്ഷെ അവർക്കെങ്ങനെ ഇത് വരുന്നില്ലല്ലോ. ഇപ്പൊ ഈ പറയുന്നത് നമുക്ക് ഇപ്പൊ പോലും ഒരു 70% ജനങ്ങൾക്ക് എന്തില്ല, കുഴപ്പമില്ല. ഞാൻ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇന്ത്യയിൽ തന്നെ ഒരു 30% ജനങ്ങൾക്ക് മാത്രമേ ഈ പറയപ്പെടുന്ന പ്രശ്നങ്ങളുള്ളൂ, അല്ലെ? ഇപ്പോ നിങ്ങൾ ഈ പ്രോഗ്രാമിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ചേർന്നിട്ടുണ്ടാവുക, അല്ലെ? ഇതിന്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളുടെ ഒക്കെ ഫിസിയോളജി ഒന്നാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മുടെ മെറ്റബോളിസം ചിലവർക്ക് ഹൈ ആയിരിക്കാം, ചിലവർക്ക് ലോ ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മറ്റ് ചില വിറ്റമിൻസോ മിനറൽസോ കുറവായത് കൊണ്ട് നമുക്ക് ശരീരത്തിന് വേറെ ഫാക്ടേഴ്സ്, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു 100 കണക്കിന് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോ അത് വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ പോലും എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു 10-20 പേര് എന്നും ചോറ് കഴിക്കുന്നുണ്ട്, എന്നും നല്ല രസത്തില് പിന്നെ ഫ്രൈഡ് ഫുഡും കാര്യങ്ങളും കഴിക്കുന്നുണ്ട്. അവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അവർക്ക് പുറത്തോട്ട് എന്തില്ല, കാണപ്പെടുന്ന ഒരു കാണുന്നില്ല. പക്ഷെ ചിലപ്പോ അവർക്ക് അത് ഒരു 50 വയസ്സിലോ അല്ലെങ്കിൽ 60 വയസ്സിലോ ആയിരിക്കാം അത് കാണിക്കുന്നത്. അത് അവരുടെ ശരീരത്തിന്റെ ഗുണമാണ്, ദൈവം കൊടുത്തിട്ടുള്ള ഒരു ഗുണമാണ്. ശരീരം അത്രയും സ്ട്രോങ് ആയതും ഇതുപോലെയുള്ള ഡാമേജുകളെ തടുക്കാനുള്ള സ്ട്രെങ്ത്തും അതേപോലെ ശരീരത്തിന്റെ എഫിഷ്യൻസിയും അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മറ്റുള്ളവരായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. കാരണം 100 കണക്കിന് ഫാക്ടേഴ്സ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ ശരീരത്തിൽ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് 10-30 വയസ്സാകുമ്പോഴേക്കും നമുക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 40 വയസ്സാകുമ്പോഴേക്കും നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് വന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്, അതിൽ സംശയമല്ല. മനസ്സിലാവുന്നുണ്ടോ? ഡോക്ടർ, നമ്മള് എന്റെ ഒരു ഇതെന്ന് വെച്ചാല്, ഞാൻ വെള്ളം കുടിച്ചാലും തടി വെക്കുന്ന ഒരു പ്രകൃതി. പക്ഷെ ഞാന് ചോറൊക്കെ വളരെ കുറവാണ് കഴിക്കല്, ഒത്തിരി കുറവായിട്ടാ കഴിക്കല്. പക്ഷെ വല്ലാണ്ട് വെയിറ്റ് ഗെയിൻ. ഇപ്പൊ കൂടുതലും ദഹനക്കുറവുള്ളവർക്കും അതേപോലെ തൈറോയിഡ് ഇഷ്യൂസ് ഉള്ളവർക്കും, ദഹനക്കുറവിൽ നിന്ന് തന്നെ തൈറോയിഡ് ഇഷ്യൂ വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ ഡയറ്റ് എടുക്കുന്ന എന്റെ ക്ലയൻസിൽ ഞാൻ കാണുന്ന ഒരു കാര്യം ദഹനക്കുറവ് തന്നെയാണ്. ദഹനക്കുറവോ അല്ലെങ്കിൽ വിറ്റമിൻ ഡി കുറവാണെങ്കിലോ അല്ലെങ്കിൽ മഗ്നീഷ്യം കുറവാണെങ്കിലും ഈ എനർജി ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഫങ്ഷൻ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ശരീരം സ്റ്റോറേജിലോട്ട് ഇട്ടുകൊണ്ടിരിക്കും. നമ്മൾ എന്ത് കഴിച്ചാലും അതിനെ സ്റ്റോറേജിലോട്ട് അയച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു കുഴപ്പങ്ങൾ നമ്മൾ കാണാറുണ്ട്. വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഇതിന് ഫാറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് എന്നാ സാറ് പറയണേ? നല്ല ചാൻസ് ഉണ്ട്, നല്ല ചാൻസ് ഉണ്ട്. കാരണം അതിന്റെ കൃത്യമായിട്ടുള്ള പിന്നെ പ്രോസസ്സ് അറിയില്ല. പക്ഷെ വിറ്റമിൻ ഡി കുറയുന്ന സമയത്ത് നമുക്ക് അരോമാറ്റേസ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള എൻസൈം നമ്മുടെ ശരീരത്തിൽ കൂടും. അത് പുരുഷ ഹോർമോണിനെ സ്ത്രീകളുടെ ഹോർമോണാക്കി മാറ്റും, ടെസ്റ്റോസ്റ്ററോണെ ഈസ്ട്രജൻ ആക്കി മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോ എനിക്ക് വൈറ്റമിൻ ഡി നല്ലോണം കുറവാണ് ഡോക്ടർ. വൈറ്റമിൻ ഡി കുറവാണ്. വൈറ്റമിൻ ഡി കുറവാണ്, ഒന്നുമില്ല. പക്ഷെ വൈറ്റമിൻ ഡി നല്ലോണം കുറവാണ്, ഡെഫിഷ്യൻസി ആയിരിക്കുന്നു. ക്ലിയർ ആക്കണം, അതൊന്ന് ക്ലിയർ ആക്കണം. അത് ഡയറ്റീഷ്യനോട് പറഞ്ഞാൽ മതി, ഡയറ്റീഷ്യൻ അതിനുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. എങ്ങനെയാണ്? അപ്പൊ നമുക്ക് എനിക്കൊരു സംശയം. അത് വെച്ചാല്
ഓൾറെഡി നമ്മുടെ പിന്നെ പല ബോഡി പാർട്സിലും ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞല്ലോ. അതെ. ബെൽബി ഫാറ്റിലാണെങ്കിലും ബാക്കിലാണെങ്കിലും സൈഡിലാണെങ്കിലും ഒക്കെ. ഇത് കഴിഞ്ഞ് ഫാറ്റ് മാത്രം നമ്മൾ എടുത്താല് അത് പിന്നെ വർക്കൗട്ട് കുറച്ച് കുറവാണ്. കാരണം അപ്പൊ ഈ ഫാറ്റ് മാത്രം എടുത്തുകൊണ്ട് അത് മെൽറ്റ് ആയി പോവോ, അത് ഇല്ലാണ്ടായി പോവോ ഓൾറെഡി ഡെപ്പോസിറ്റ് ചെയ്ത സാധനങ്ങള്? അതാണ് എന്റെ സംശയം. ഇപ്പോ അതൊരു ബാലൻസിൽ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാല് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന മീലിന്റെ ഫ്രീക്വൻസി അത് 3 നേരം കഴിക്കുന്നതിൽ നിന്ന് 2 നേരം ആക്കിയിട്ട് മറ്റുള്ള സമയങ്ങളിൽ കുറച്ച് സ്നാക്സ് എടുത്ത് പിന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ടൈം നിങ്ങൾക്ക് കൃത്യമായിട്ട് വെക്കാം. അപ്പൊ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വെക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് കൂടുതലും എന്ത് നടക്കുന്നത്? ശരീരം മധുരത്തെ എടുത്ത് കൊഴുപ്പാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ കൊഴുപ്പിനെ തിരിച്ച് ശരീരം കൺവേർട്ട് ചെയ്യുന്ന സമയം ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ടൈമിലാണ്. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് നന്നായി നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കഴിക്കുന്ന മീൽസ് കുറച്ച് കഴിക്കാൻ, അപ്പൊ നിങ്ങളുടെ ശരീരം കിട്ടുന്ന കാലറീസ് കുറവായിരിക്കും. കിട്ടുന്ന കാലറീസ് കുറവാകുന്ന സമയത്ത് ശരീരം വീണ്ടും ഇവിടെ നിന്നുള്ള കൂടുതൽ കൊഴുപ്പുകളെ ട്രാൻസ്ഫർ ചെയ്ത് എനർജി ആയിട്ട് ശരീരത്തിൽ നിന്ന് പുറന്തള്ളി വിടും. ഈ കൊഴുപ്പുള്ള നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം? എങ്ങനെ യൂസ് ചെയ്താലാണ് ഇത് ഫലപ്രദമായിട്ട് നമ്മുടെ ബോഡിയിൽ വർക്ക് ആവുക? നമ്മൾ ഈ കഴിക്കുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന നാച്ചുറൽ ആയിട്ടുള്ള നല്ല കൊഴുപ്പുകൾ, മുട്ടയുടെ മഞ്ഞക്കരു, അല്ലെങ്കിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ ഡയറി, നല്ല ഫ്രൂട്ട് മിൽക്ക്, തൈര്, അതേപോലെ മീനെണ്ണ, പിന്നെ ഇതൊക്കെ വേവിച്ച് കഴിക്കണം. വറുത്ത് കഴിക്കാൻ പാടില്ല. ആ കൊഴുപ്പ് അതിന്റെ നല്ലൊരു ബെനിഫിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചായയില് മറ്റേ ഈ നെയ്യ് ഒഴിച്ചിട്ടൊക്കെ കഴിക്കണം എന്ന് പറയുന്നത് അതിന്റെ ഒരു ഇതെന്താണ്? അതൊരു പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മെറ്റബോളിസത്തിനെ നന്നായി കൂട്ടുന്ന ഒരു കാര്യമാണ്. അതേപോലെ നമ്മുടെ ശരീരത്തില് പിത്തം എന്ന് പറയുന്നതിന്റെ എക്സ്ക്രീഷനും ഉണ്ടാക്കും. നമ്മൾ കൊഴുപ്പ് കഴിക്കുന്ന സമയത്ത് ഇവിടെ കാണുന്നുണ്ട്, ഇതില് തന്നെ എഴുതിയിട്ടുണ്ട്. ഈ ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് അതില് പിത്തത്തിന്റെ ആവശ്യമുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഈ കൊഴുപ്പ് വന്നു കഴിഞ്ഞാൽ ആ കൊഴുപ്പിനെ ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പിത്തം വേണം. അപ്പൊ പിത്തം അതിനെ ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും ഈ പിത്തം എന്തിലൂടെ പോവും? നമുക്ക് മലത്തിലൂടെ പോവും. വീണ്ടും പിത്തം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും ശരീരത്തിൽ നിന്ന് കെട്ടിക്കിടക്കുന്ന കൊഴുപ്പിൽ നിന്നാണ് ഈ പിത്തത്തിനെ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പലതരത്തിലാണ് ഇത് പെടുന്നത്. മാത്രമല്ല എനർജിയുടെ ആവശ്യം ഉണ്ടെങ്കിലും ഈ കൊഴുപ്പിനെ തന്നെ ശരീരം എന്ത് ചെയ്യും? കീറ്റോൺസ് ആക്കിയിട്ട് നമ്മുടെ ശരീരത്തിൽ എനർജി ആയിട്ട് യൂസ് ചെയ്യും. സാറേ, പകല് മുഴുവൻ തലവേദനയുണ്ട്. അപ്പൊ ആണെങ്കില് മധുരമൊക്കെ ഇട്ട് ചായ കുടിച്ചു കഴിയുമ്പോ അത് കുറയുന്നുണ്ട്. അതന്നെ അങ്ങനെ. പിന്നെ പെടലിക്കൊക്കെ വേദന ഉണ്ട്. മനസ്സിലായില്ല, എന്താണ്? മനസ്സിലായില്ല. ഞാൻ പകല് ഡയറ്റ് കഴിക്കുന്നുണ്ട്, 2nd month ആണ്. പക്ഷെ ഈ മധുരം എന്താണെന്ന് അറിയില്ല, ഷുഗർ കുറയുന്നതാണ്, തല ചുറ്റുന്ന പോലെയോ അങ്ങനെയൊക്കെ. പിന്നെ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ അങ്ങ് മാറും. പിന്നെ ആണെങ്കിൽ ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിക്കാൻ പറഞ്ഞപ്പോ അന്നേരവും മാറി. പിന്നെ പെടലിക്കൊക്കെ ആയിട്ട് ഭയങ്കര വേദനയും ഉണ്ട്. അതാണ് മഗ്നീഷ്യം കുറയുന്നതിന്റെ ബുദ്ധിമുട്ടാണത്. മഗ്നീഷ്യം കുറയുന്ന സമയത്ത് നമുക്ക് എനർജി പ്രൊഡക്ഷൻ കുറവായിരിക്കും. പക്ഷെ മധുരം കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് എനർജി ഉണ്ടാവും. മധുരത്തിൽ ഉണ്ടാവുന്ന എനർജി നല്ലതാണ് എന്നല്ല പറയുന്നത്, പെട്ടെന്ന് ഉണ്ടാവും, പെട്ടെന്ന് എനർജി കിട്ടും. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ശരീരം അതിനെ എങ്ങനെയെങ്കിലും വലിച്ചെറിയാൻ നോക്കുകയാണ്. പക്ഷെ അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ മധുരം കഴിച്ചോണ്ടിരിക്കുവാണല്ലോ. അപ്പൊ മധുരം കഴിക്കുക എന്ന് പറയുന്നത് എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട്. വരുമ്പോ വഴിയല്ല, അതൊരു മൊമെന്ററി, നിങ്ങൾക്ക് ഇപ്പൊ ഉള്ള ഒരു താൽക്കാലിക ആശ്വാസമാണ്. നിങ്ങൾക്ക് അതിന് ചെയ്യേണ്ടത് മഗ്നീഷ്യം കഴിക്കാം, മഗ്നീഷ്യം സിട്രേറ്റ് കഴിക്കുക, അതേപോലെ വിറ്റമിൻ ഡിയും ഡയറ്റീഷ്യൻ പറഞ്ഞു തരും കേട്ടോ. അതുപോലെ സംശയം പ്രശ്നം എന്താ ചെയ്യാ? ഹലോ, ഡൗട്ട്. അപ്പൊ ചായയിൽ നെയ്യൊഴിച്ച് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലെ പിത്തം പുറത്തേക്ക് പോകുന്നാണോ പറയുന്നത്? അതാണ് അതിന്റെ ഒരു സ്റ്റിമുലേഷന് വേണ്ടിയിട്ട് മാത്രമാണ്.
മാത്രമല്ല നമ്മളുടെ മെറ്റബോളിസത്തിനും ഒരു നല്ല കാര്യമാണ്. മെറ്റബോളിസം ബൂസ്റ്റർ ആണത്. സാർ അതേപോലെ തൈറോയിഡിന്റെ കാര്യം ഒന്ന് പറയാമോ? ഏതിന്റെയാണ്? ഹലോ, തൈറോയിഡ് എനിക്കിപ്പോ 175 ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ അല്ലാത്ത ദിവസങ്ങളിൽ 150 ആണ് എടുക്കുന്നത്. അപ്പോ ഈ ഒരു ഡയറ്റ് കൊണ്ടും ബേസിക് ആയിട്ട് പറയാം, കാരണം അതും ഈ പറഞ്ഞ പോലെ വലിയൊരു ടോപ്പിക്കാണ്. തൈറോയിഡ് എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ്. ഒന്ന്, ഫാറ്റി ലിവറിന് വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ട് ഉണ്ടാവുന്നതാണ്. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ പ്രോട്ടീൻസ് ഉണ്ടാവില്ല, അതല്ലെങ്കിൽ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ ഈസ്ട്രോജൻ കെട്ടിക്കെടുക്കാം, അല്ലെങ്കിൽ ആ ഈസ്ട്രോജൻ കെട്ടിക്കൊണ്ട് ഇത് വരാം. അതല്ലെങ്കിൽ T4 നിന്ന് ഉള്ള കൺവേർഷൻ നടക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ പിത്തം കറക്റ്റ് ആയിട്ട് അതിന്റെ കോൺസെൻട്രേഷനിൽ വരില്ല. പിത്തം കോൺസെൻട്രേഷനിൽ ഇല്ലെങ്കിലും ഈ പറഞ്ഞ പിന്നെ കൺവേർഷൻ T4 to T3 കൺവേർഷൻ നടക്കില്ല എന്ന് ബുദ്ധിമുട്ടുകളുണ്ട്. മാത്രമല്ല പിന്നെ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ ഗട്ടില് ഇൻഫെക്ഷൻ ഉണ്ട്, കുടലിൽ വല്ല ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന ഓട്ടോ ഇമ്മ്യൂൺ ബോഡീസും തൈറോയിഡിനെ ഡാമേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാകാം. അപ്പൊ ഈ 2 കാരണങ്ങളാണ്. ഇത് രണ്ടും നമ്മൾ നമ്മുടെ അഡ്രസ് കോൺസ്റ്റിപ്പേഷൻ ആണ്. കോൺസ്റ്റിപ്പേഷന്റെ ഒരു മെയിൻ കാരണം ഗട്ട് ഇൻഫെക്ഷൻ തന്നെയാണ്. നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയകളാണ് ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്നതും ഫുഡിനെ മലത്തിന്റെ ആ ഒരു രൂപത്തിലാക്കുന്നതും അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ മാത്രമല്ല നമ്മുടെ കുടലിന്റെ ആ ഒരു പെരിസ്റ്റാൽറ്റിക് മൂവ്മെന്റ് എന്ന് പറയും. നമ്മുടെ മലത്തെ ഒഴിപ്പിച്ച് കളയുന്ന ആ ഒരു പാമ്പെഴയുന്ന പോലെയുള്ള ഒരു മൂവ്മെന്റ് ഉണ്ട് നമ്മുടെ കുടലിന്റെ. അതിനൊക്കെ കാരണമാവുന്നത് ഈ ബാക്ടീരിയ ആണ്. അപ്പൊ ഈ ബാക്ടീരിയ വല്ല ഇൻഫെക്ഷൻ കാരണം കൊണ്ടോ അല്ലെങ്കിൽ അതിന് കിട്ടേണ്ട ഫുഡ് അതിന് കിട്ടാതെ പോയത് കൊണ്ടോ ഒക്കെ നശിച്ചു പോവുകയാണെങ്കിൽ അതിന് പകരമായിട്ട് അതിന്റെ സ്ഥാനത്ത് മോശമായ ബാക്ടീരിയകൾ വരും. അങ്ങനെ ബാക്ടീരിയകൾ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പിന്നെ ശോധനക്കുറവൊക്കെ ഉണ്ടാവും. നമ്മളെ പ്രോബയോട്ടിക് ആൻഡ് പ്രീബയോട്ടിക് ഒക്കെ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? നല്ലതാണ്, വളരെ നല്ലതാണ്. പക്ഷെ പ്രീബയോട്ടിക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. പ്രീബയോട്ടിക് എല്ലാവർക്കും നന്നായിക്കൊള്ളുന്നില്ല. കാരണം ചില സമയത്ത് പ്രീബയോട്ടിക് എന്ന് പറയുന്നത് ഈ ബാക്ടീരിയക്കുള്ള ഫുഡാണ്. അപ്പൊ ചില സമയത്ത് മോശമായ ബാക്ടീരിയം എന്ത് ചെയ്യും? ഈ ഫുഡ് കഴിച്ചിട്ട് വളരും. അപ്പൊ ചിലപ്പോൾ ഇൻഫെക്ഷൻ കൂടാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് പ്രോബയോട്ടിക് ധൈര്യമായിട്ട് എടുക്കാം. പ്രോബയോട്ടിക് എന്ന് പറയുന്നത് ആ ബാക്ടീരിയ തന്നെയാണ്, ആ ബാക്ടീരിയ തന്നെ നമ്മൾ കഴിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്ത് നന്നായതിനു ശേഷം, ശരീരം സുഖമായതിനു ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രീബയോട്ടിക്സ് എടുക്കാവുന്നതാണ്. പക്ഷേ തൈരല്ലാതെ വേറെ എന്താ പ്രോബയോട്ടിക്? കിംചി എന്ന് പറയും, അല്ലെങ്കിൽ പറഞ്ഞ നിങ്ങൾക്ക് ഉപ്പിലിട്ടതോ അല്ലെങ്കിൽ വിനാഗിരിയിലിട്ടതോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഈ PCOD ക്യാബേജ് തൈരിന്റെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് പറ്റും? അത് പറ്റും, അത് നല്ല കാര്യമാണ്, അത് നല്ല കാര്യമാണ്. അതോടൊപ്പം അതിനെ നന്നായിട്ട് ആ കൾച്ചറിനെ അസിഡിക് ആക്കുക. അത് വെള്ളവും തൈരിന്റെ വെള്ളവും ചേർത്തതിന് ശേഷം നന്നായിട്ട് അതിൽ വിനാഗിരി ഇടുക, അല്ലെങ്കിൽ മിളക് നന്നായിട്ട് ഇടുക. അപ്പൊ അത് ആ ഒരു അസിഡിക് ആയിരിക്കണം ആ എൻവയറമെന്റ്. അപ്പോഴാണ് മോശമായ ബാക്ടീരിയ ഉണ്ടാവില്ല, നല്ല ബാക്ടീരിയ മാത്രമാണ് അസിഡിക് എൻവയറമെന്റിൽ ഉണ്ടാവുള്ളൂ. ഈ PCOD ഉള്ളവർക്ക് ബ്രോയിലർ ചിക്കൻ കഴിക്കരുത് എന്ന് പറയുന്നില്ലേ? ഇപ്പൊ ഡയറ്റിൽ അത് ചിക്കൻ കഴിക്കാന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ്? അതാണ് ബ്രോയിലർ ചിക്കനിൽ നിന്നല്ല ഒബീസിറ്റി വരുന്നത് കേട്ടോ. PCOD വരുന്നത് ഏറ്റവും കൂടുതൽ അത് വരുന്നത് ഈ പറഞ്ഞ പോലെ അന്നജം കൊഴുപ്പായി അണ്ടാശയത്തിൽ കെട്ടിക്കിടക്കുമ്പോഴാണ്. ഞാൻ അതുപോലെ ഈ ഡയറ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ 65 kg ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 3 ആഴ്ചയായിട്ട് വെയിറ്റ് ഒന്നും ആയിട്ടില്ല. പക്ഷെ എന്നെ കാണുന്നവരും എന്റെ ഡ്രസ്സൊക്കെ നല്ലോണം ലൂസ് ആയിരിക്കണം. അതെന്താ അങ്ങനെ? വെയിറ്റ് ഒന്നും സംഭവിച്ചു. നമ്മളും ഇപ്പോ പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾ ഇങ്ങനെ വന്നിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷെ ഫാറ്റ് ലോസ് ഉണ്ടാവും. നമ്മൾ നോക്കുന്നത് ഫാറ്റ് ലോസിന് വേണ്ടിയിട്ട് തന്നെയാണ്. നിങ്ങൾ കഴിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ.
അസിഡിറ്റി ഉള്ളവർക്ക് ചിലപ്പോൾ അത് എരിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടാക്കാം. അവരത് കഴിക്കേണ്ട. അല്ലാത്തവർക്ക് നല്ലതാണ്. അതെന്താ? എങ്ങനെയാണ് ഉറക്കക്കുറവുണ്ട്. ഉറക്കക്കുറവുണ്ട് അല്ലേ? വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ അതിന്റെ കൂടെ തന്നെ? ഇല്ല, ഒന്നുമില്ല. ഷുഗറോ പ്രഷറോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ അങ്ങനെ ഒന്നുമില്ല? ഒന്നുമില്ല. ടെൻഷൻ ഉണ്ടോ? ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല. ഇല്ല. മസിൽ കോച്ചപ്പെടുത്തുണ്ടോ? മുട്ടുവേദനക്ക് ഈ യുനാനി മരുന്ന് കഴിക്കുന്നുണ്ട്. വെയിൽ കൊള്ളാറുണ്ടോ? ചെറുതായിട്ടൊക്കെ. ഞാൻ വിറ്റാമിൻ ഡി ഇത് എടുക്കുന്നുണ്ട് മറ്റേ പറഞ്ഞിട്ട്. വിറ്റമിൻ ഡി എത്രയാണ് ഉള്ളത് ടെസ്റ്റ് ചെയ്ത സമയത്ത്? 22. അത് വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ടും ആവാം. അപ്പൊ അതൊന്ന് എടുത്തിട്ട് അതൊരു 50 അല്ലെങ്കിൽ 60ന്റെ അടുത്ത് നിങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങളൊന്ന് നോക്കി നോക്ക്. ഒരു സംശയം, ഈ IVF ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടേ, അപ്പൊ അതിന്റെ കൂടെ ഈ ഇൻസുലിൻ എടുക്കുന്നോണ്ട് ഈ ഡയറ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ ഇതിന്റെ കൂടെ? ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തില് മധുരം ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസുലിൻ ഉള്ളത്. ഒന്നുകിൽ അതിനെ എനർജി ആക്കാൻ, അല്ലെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്യാൻ ഒക്കെയാണ് നമുക്ക് ഇൻസുലിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ അത്രയും നമ്മള് ഷുഗറിനോ അല്ലെങ്കിൽ അന്നജത്തെയോ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫുഡല്ല നമ്മൾ കഴിക്കുന്നത്. നമുക്കത് അത്രയും ആവശ്യമല്ല. നമുക്ക് ഈ കഴിക്കുന്ന ഡയറ്റ് നമുക്ക് എനിക്ക് ചോദിക്കാനുള്ള ഷുഗറിന്റെ ഇൻസുലിന് മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു. ഡയറ്റ് ഞാൻ 2 months സെക്കൻഡ് മന്തിലോട്ടായി. പക്ഷെ ഇപ്പം മെഷർമെന്റ് ഒക്കെ കുറച്ചു ഇൻസുലിന്റെ മെഡിസിന്റെ. ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരുന്നു. പക്ഷെ കുറച്ചാലും നമുക്ക് കണ്ടിന്യൂസ് കുറയ്ക്കാൻ പറ്റത്തില്ല. ചില ദിവസം ഷുഗറിന് വേരിയേഷൻ വരുന്നുണ്ട്. ഞാൻ എൻഡോക്രൈനോളജിസ്റ്റിന്റെ ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ സാറ് പറഞ്ഞു ഫുള്ളായിട്ട് കാർബോ അത്രയ്ക്ക് അങ്ങോട്ട് കുറയ്ക്കണ്ട എന്നൊരു ഡയലോഗ് പറഞ്ഞു. അല്ല, ഇതൊക്കെ ഞാന് പ്യൂർലി എന്റെ അടുത്ത് വരുന്ന ആളുടെ മനോധൈര്യത്തിനനുസരിച്ചാണ് ഞാൻ പറയാറുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് നാളെ തന്നെ പിന്നെ അത് നിർത്താനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിന് തന്നെയാണ് ഞാൻ പുഷ് ചെയ്യാൻ. അതേപോലെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുകയും ചെയ്യാം. ഞാന് 2 ആഴ്ചയായിട്ട് ഷുഗറിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നില്ല. ചെക്ക് ചെയ്ത് നോക്കുമ്പോ 102, 107 ഫാസ്റ്റിങ്ങില്. അപ്പൊ അതുകൊണ്ട് ടാബ്ലറ്റ് എടുക്കുന്നില്ല. ഇനി കൂടുതൽ കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് ടാബ്ലറ്റ് നിർത്തണം തന്നെയാണ് എന്റെ ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. ഒരു നേരം കഴിച്ചുകൊണ്ടിരുന്നുള്ള 500 mg. ആൾക്കാരുടെ പേടി എന്താന്ന് വെച്ചാല് നമ്മള് നിർത്തുന്ന സമയത്ത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുന്ന സമയത്ത് ഭയങ്കര കൂടുതലായിരിക്കും. കാരണം ഞാൻ മുന്നേ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് സമയത്ത്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്താണ് ഈ കൺവേർഷൻ ഭയങ്കര കൂടുതൽ നടക്കുന്നത്. എന്ന് വെച്ചാൽ മധുരത്തിൽ നിന്നുണ്ടായ കൊഴുപ്പ് തിരിച്ച് മധുരമായി മാറുന്നത്, ശരീരം എനർജി യൂസേജിന് വേണ്ടിയിട്ട് തിരിച്ച് ഉണ്ടാക്കുന്നത് ഈ ഒരു സമയത്താണ്, ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ രാവിലെ എണീറ്റ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കാണുന്ന സമയത്ത്, ഇത് കൂടി കാണുന്ന സമയത്ത് പേടിയാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ പേടിക്കണ്ട. ആ സമയത്തും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഈ പറയുന്ന ബാലൻസ്ഡ് ആയിട്ടുള്ള ഈ ഫുഡ് പാറ്റേൺ നിങ്ങൾ കഴിക്കുക. omega 3 എടുക്കുക, വിറ്റമിൻ ഡി എടുക്കുക, അങ്ങനെ നിങ്ങൾ കോൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 3 മാസം നിങ്ങൾ പോകുന്ന സമയത്ത് ഈ കെട്ടിക്കെടുക്കുന്ന കൊഴുപ്പുകളൊക്കെ കഴിഞ്ഞാൽ, അത് യൂസ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, ഈ പറയുന്ന പോലെ ഫാസ്റ്റ് ഷുഗർ കൂടെ ഇല്ല. അപ്പൊ അത് കോൺസ്റ്റന്റ് ആവും. പിന്നെ കോൺസ്റ്റന്റ് ആവും, നിങ്ങൾക്ക് ഈ ഷുഗറിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. നമ്മുടെ ഈ ശരീരത്തിലുള്ള ഷുഗറിന്റെ കണക്ക് നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? 3 മാസമാണോ, 6 മാസമാണോ, അതോ 1 ദിവസമാണോ? അതിൽ വളരെ കൺഫ്യൂഷൻ അല്ലേ? ഏറ്റവും പിന്നെ റിലയബിൾ ആയിട്ടുള്ള ഒരു കാര്യം 3 മാസത്തെ HbA1c എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഡെയിലി അതിലാണോ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റുക നമ്മുടെ ശരീരത്തിൽ ഷുഗർ ഉണ്ടോ ഇല്ല എന്നുള്ളത്? അതൊരു 6 ആണെങ്കിൽ നിങ്ങൾ വേറെ കണക്കുകളൊന്നും നോക്കേണ്ട. 6 തൊട്ടാണെങ്കിൽ നിങ്ങൾ അത് പേടിച്ചോളൂ. കാരണം എന്റെ ശരീരത്തിൽ ഷുഗർ ഇപ്പൊ ഞാൻ നോക്കിയിട്ട് എനിക്ക് 63 ആണ് കാണിക്കുന്നത്. 6.6 ആണുള്ളത്. എത്രയാണ്? 6.6. അതാണ്. അതിൽ നിന്ന് താഴ്ത്തണം. അറ്റ്ലീസ്റ്റ് ഒരു 5 എങ്കിലും കൊണ്ടുവരണം. എന്റേത് ഇപ്പൊ കുറച്ചായിട്ട് ഒരു 6 മാസമായിട്ട് 5 point something അങ്ങനെയാണ് നിൽക്കുന്നത്. നല്ല കാര്യമാണ്, അത് മതി, അത് കുഴപ്പമില്ല. അതിലും കുറക്കാൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം നമുക്ക് ഈ പറഞ്ഞ പോലെ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള അതെങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത്?
ഏത് ഷുഗർ നമ്മുടെ ശരീരത്തിലുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത്? ബ്ലഡിൽ ടെസ്റ്റ് ചെയ്താൽ മതി. ബ്ലഡിൽ ടെസ്റ്റ് ചെയ്താൽ മതി. അതല്ല കറക്റ്റ് 3 മാസത്തല്ല നോക്കണം എന്ന് പറഞ്ഞതിപ്പോ. അതാണ് 3 മാസം കൂടുന്ന സമയത്ത് നിങ്ങൾ ഒരു HbA1c ടെസ്റ്റ് ചെയ്താൽ മതി. സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ ഞാൻ നവംബർ 1 തീയതി മുതല് ഡയറ്റ് നോക്കാൻ തുടങ്ങി. ഇപ്പൊ ഈ ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് ഞാൻ 3 മാസം കംപ്ലീറ്റ് ആവും. അപ്പൊ എനിക്ക് ഒരു 8 കിലോയോളം എന്റെ വെയിറ്റ് കുറഞ്ഞു, ഇഞ്ചസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണോ അതോ ഇനി ഇതുപോലെ അങ്ങോട്ട് മുൻപോട്ട് പോയാൽ മതിയോ? നിങ്ങൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും നല്ലത് ഇതാണ്. നമ്മുടെ ശരീരത്തിന് വേറെ ഡാമേജുകളൊന്നും വരുന്നില്ല, പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആ ഒരു ബാലൻസ് നല്ല രീതിയിലാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും വല്ല ഫംഗ്ഷനൊക്കെ എന്തെങ്കിലും നിങ്ങൾ മാറ്റി കഴിക്കുകയാണെങ്കിലൊക്കെ ഓക്കെ, അപ്പൊ വലിയ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതല്ലാതെ പിന്നെ മാറ്റണം എന്ന് വല്ല നമ്മളിപ്പോഴത്തെ കഴിക്കുന്ന ഡയറ്റ് തന്നെ ഫോളോ ചെയ്ത് പോയാൽ മതിയല്ലോ. ആവശ്യമാണെങ്കിൽ ഏറ്റവും നല്ലത്. അടുത്ത പ്രാവശ്യം ഞാനിപ്പോ അത് ജോയിൻ ചെയ്യണ്ടല്ലോ, അതറിയാനായിട്ടായിരുന്നു സാറേ. മനസ്സിലായില്ല എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ അടുത്ത മാസത്തേക്കുള്ള ഡയറ്റില്ലേ, ഇപ്പൊ നമ്മളിപ്പോ ഓരോ മാസവും നമ്മൾ ജോയിൻ ചെയ്യുമല്ലോ, ഒരു മാസം കംപ്ലീറ്റ് ആകുമ്പോൾ. അപ്പൊ ഇനിയിപ്പോ 3 മാസം ആയതുകൊണ്ട് ഞാൻ ഇനിയിപ്പോ അടുത്ത മാസം അത് ജോയിൻ ചെയ്യണ്ടല്ലോ. നമ്മളിപ്പോ ചെയ്തോണ്ട് താല്പര്യമാണ് മാഡം. പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ മാഡം പഠിച്ചു കഴിഞ്ഞു. ഞാൻ ഈ പറയുന്ന നമ്മൾ ഈ തരുന്ന ക്ലാസ്സിലൂടെയും നമ്മൾ ഈ തരുന്ന ഫോളോ അപ്പിലൂടെയും നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയി ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് പഠിച്ച് നിങ്ങൾ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. നമ്മൾ ആശ്രയിക്കണം എന്നില്ല. പിന്നെ മറ്റു പലവർക്കും ഇതുപോലുള്ള ഒരു മോട്ടിവേഷൻ കൂടെ തന്നെ നിന്ന് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഒന്നൊരു പുഷ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു സപ്പോർട്ടാണ് എന്ന് മാത്രം. എന്തായാലും വരുന്നത് അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു. ഇവിടെ സ്റ്റാഫുകളുണ്ട്, അപ്പൊ അവരൊക്കെ വീട്ടിൽ പോകാനുള്ളത് കൊണ്ടാണ്. യൂട്യൂബിലും ഈ പറയുന്ന ക്ലാസ് ലൈവായിട്ട് കൊടുക്കുന്നത് അവര് കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്തായാലും ഇത്രയും നേരം കൂടെ നിന്നതിനും പിന്നെ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ചതിനും ഈ അറിവ് നിങ്ങളുടെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ ആരോഗ്യം നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ അറിവ് വെച്ചാണ്. അപ്പൊ നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നിടത്തോളം നിങ്ങൾക്കും നിങ്ങളുടെ ഹെൽത്ത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എന്തായാലും ഇത്രയും നേരം നിങ്ങളുടെ സമയം, വിലപ്പെട്ട സമയം എൻ്റെ കൂടെ ചെലവഴിച്ചതിന് നന്ദി. നമുക്ക് അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ് എവരിവൺ. ടേക്ക് കെയർ. ഹലോ. താങ്ക് യു സർ. താങ്ക് യു സർ.